ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണം നടത്തിയ പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി മുൻപും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയിരുന്നു. ഇന്നലെ ഷാലിമാർ ബാഗിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നു. പ്രതി ആക്രമണം മുൻകൂട്ടി പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസ് പറയുകയാണ്. അർജുൻ പിതാംബരനുണ്ട്. അർജുൻ, അങ്ങനെ ആസൂത്രിതമായ ഒരു നീക്കമാണ് പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതില്ലേ? മുൻ സാന്നിധ്യം സംബന്ധിച്ചൊക്കെയുള്ള തെളിവുകൾ എന്താണ് പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? പ്രജേഷ് 2 ദിവസം മുൻപ്, അതായത് 19-ാം തീയതി മുതലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പല CCTV ദൃശ്യങ്ങളും പോലീസ് നൽകിയതാണ്. അതിലാണ് 19-ാം തീയതി ഷാലിമാർ ബാഗിലെ മുഖ്യമന്ത്രിയുടെ വസതി, മുഖ്യമന്ത്രിക്ക് അവിടെയും ഒരു വീടുണ്ട് ഷാലിമാർ ബാഗിൽ, അവിടേക്ക് ഈ പ്രതി എത്തുന്ന ദൃശ്യങ്ങൾ. ഒരു വാഹനത്തിൽ അദ്ദേഹം എത്തുന്നു, പിന്നീട് പൈസ കൊടുക്കുന്നു, അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുന്നു, പിന്നീട് ആ വീടിനകത്തേക്ക് കയറുന്ന ഒരു CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിന് കൈമാറിയിട്ടുള്ള ദൃശ്യമാണ്. വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായി. അതായത് മുൻപും പലതവണ ശ്രമങ്ങൾ നടത്തി എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയ്ക്ക് കീഴിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. IB അടക്കം, ഇന്റലിജൻസ് ബ്യൂറോ അടക്കം ഈ പ്രതിയെ അക്രമിയെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുമുണ്ട് പ്രതിയെ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഷാലിമാർ ബാഗിലെ വസതിയിൽ 19-ാം തീയതി വന്നു. അതിനുശേഷം സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതിയിലേക്കും പ്രതി എത്തിയിട്ടുണ്ട്. അതിൻ്റെയും ദൃശ്യങ്ങൾ പോലീസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല, പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ചില പരിപാടികളും ഇയാൾ എത്തിയിട്ടുള്ള മൊബൈൽ ദൃശ്യങ്ങളും അവിടെയൊക്കെ എത്തി ഇയാൾ മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുമുണ്ട്. ചില കാര്യങ്ങൾ, പദ്ധതിയെല്ലാം മെനഞ്ഞിട്ടുണ്ട്. അതെല്ലാം വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ശരി, അർജുനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.